ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. ഇത് എൻ്റെ പ്രഗ്നൻസി ജേർണിയുടെ പാർട്ട് 3 ആണ് ഈ വീഡിയോ. മുന്നേ ഉള്ള പാർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. കാണാത്തതൊന്നുകൂടിയും കണ്ടു നോക്കുക. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഞാൻ കുളി കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കാൻ അമ്മ ഫുഡ് എടുക്കാൻ പോയി. ഞാൻ കസേരയിൽ വന്നിരുന്ന് 2 തുമ്മൽ തുമ്മി. ആ തുമ്മൽ തുമ്മിയിലാണ് നമ്മൾ ആ സ്റ്റോറി അവസാനിപ്പിച്ച്. അപ്പം എന്തുണ്ടായെന്ന് വെച്ചാൽ കാലുമക്കൂടെയൊക്കെ ഒരു നനവ് പോണ പോലെ, എന്തോ വെള്ളം പോണ പോലെ തോന്നി. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ശരിയാ, വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അമ്മ വിളിച്ചു. അപ്പം അമ്മ ഓടി വന്നു. അമ്മ കണ്ടപ്പോൾ അമ്മയ്ക്ക് ആകെ ഷോക്കായി. നാളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി സ്കാനിങ്ങിന് വേണ്ടി പോകാനിരിക്കുമ്പോൾ തലേനാൾ രാത്രി 9 മണിയുണ്ട്. ആ നേരത്ത് വെള്ളം പൊട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, അമ്മ അത് വെള്ളം പൊട്ടിപ്പോയതല്ലേ ചോദിച്ചപ്പോൾ, ആ മോളെ അത് വെള്ളം പൊട്ടിപ്പോയത്, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മളിനിയിപ്പോൾ എന്താ ചെയ്യുക ചോദിക്കുന്നുണ്ട്. വേഗം മേമനെ വിളിച്ച് പറയും. മേമയുടെ ഹസ്ബൻഡിന് അനിയനാണ് വണ്ടിയായിട്ട് വരുന്നത്. പിന്നെ മേമയും ഒപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെലിവറി ടൈമിൽ ഹോസ്പിറ്റലിലൊക്കെ മേമ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മേമയും കൂടിയിട്ട് മേമനെ വിളിച്ച് പറഞ്ഞു. അമ്മ വേഗം മേമേനെ വിളിച്ചു. അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കയ്യും കാലൊന്നും കൂടുന്നില്ല. അമ്മയ്ക്ക് ആകെ ടെൻഷനായി. ഞാൻ ആ സമയമായപ്പോൾ പേടി പറഞ്ഞാൽ എനിക്ക് വേദനയില്ല. എൻ്റെ മനസ്സിലാകെ ഈ വെള്ളം പൊട്ടിപ്പോയപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം, ആ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. ആ നേരത്ത് ഞാൻ എൻ്റെ ഡ്രസ്സ് മാറി. പിന്നെ പോണ നേരത്ത് പാൻറ്റീസിലൊരു പാഡ് വെച്ചു. ഇങ്ങനെ വീഡിയോസൊക്കെ ഞാനിങ്ങനെ കാണാറുണ്ടായിരുന്നു യൂട്യൂബിൽ, ഇത് റിലേറ്റഡായിട്ട്, പ്രഗ്നൻസി റിലേറ്റഡായിട്ട്. അപ്പോൾ ഇങ്ങനെ പോണ നേരത്തെ ഒരു പാഡൊക്കെ വെക്കുന്നത് നല്ലതാണ് എന്നുള്ളത് എനിക്ക് ഇങ്ങനെ തോന്നിയിരുന്നു. അപ്പം ഞാനത് വെച്ചു. എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ പറയും. അപ്പം അമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, മോളെ ഞാൻ ഇട്ടാൽ മതി, ഞാൻ മാക്സിന് ഇട്ടാൽ മതി, ഇനി ഞാൻ ഡ്രസ്സൊക്കെ മാറണം, എനിക്ക് സാരി കൊടുക്കണം. അപ്പം അമ്മയ്ക്ക് അതിനൊന്നും കഴിയുന്നില്ല. അമ്മ ആകെ ടെൻഷനായി കയ്യിൽ നിന്ന് പോയേക്കാം. അപ്പം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ ഇത് ഇട്ടാൽ മതി, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോളൂ പറഞ്ഞു. ബാഗൊക്കെ ഞങ്ങൾ മുന്നേ കൂട്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 7 മാസമൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ ബാഗൊക്കെ. അപ്പം അതൊക്കെ എടുത്തു വെക്കാൻ അമ്മോട് പറഞ്ഞു. ആ നേരം കൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, ഏട്ടനെ വിളിച്ച് പറഞ്ഞു. പിന്നെ ആ നേരത്തെ തന്നെ ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർക്ക് വിളിച്ചപ്പോൾ ക്ലിനിക്കിലാണ് ഡോക്ടർ ആ നേരത്തെ ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ ഒരു റിസപ്ഷനിസ്റ്റാണ് എടുത്തത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ വെള്ളം പൊട്ടിപ്പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, അവിടെ പോയി അഡ്മിറ്റ് ആവാമെന്ന് ഡോക്ടറോട് പറയട്ടെ, ട്വിൻ പ്രഗ്നൻസി ആണ് ഒന്ന് പറഞ്ഞേക്കിട്ടാ പറഞ്ഞപ്പോൾ, ആ പറയാം, നിങ്ങൾ അവിടെ പോയി അഡ്മിറ്റ് ആയാൽ മതി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടുത്ത വീട്ടിലത്തെ കുറച്ച് ആൾക്കാർ വന്നു. അവർ നോക്കുമ്പോൾ ഞാനിരിക്കുന്ന കസേര, ഞാൻ നിന്ന ഭാഗത്തൊക്കെ വെള്ളം ഇങ്ങനെ പോയിട്ടുണ്ട്, അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട്. ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഉണ്ട്. ഞാനത് ശരിക്കും വെള്ളം പൊട്ടിപ്പോയാൽ നല്ല സാധാ വെള്ളത്തിൻ്റെ കളറാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അതിൽ ചെറിയൊരു കളർ പോലെ, ഒരു ബ്രൗണിലേക്ക് പെട്ടൊരു കളർ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ നേരത്തെ അതൊന്നും ചിന്തിച്ചില്ല. ഒന്നും ചിന്തിക്കാതെ അങ്ങനെ ഇറങ്ങി വണ്ടി വന്നു. ഞാൻ വണ്ടിയിലേക്ക് നടന്നിട്ട് തന്നെ പോയത്. മുറ്റത്തേക്ക് വണ്ടി ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വണ്ടി നിൽക്കുന്ന അടുത്ത് വരെ നടന്നിട്ട് ഞങ്ങളങ്ങനെ ഇവിടുന്ന് വിട്ടു. കുറച്ച് ദൂരം പോയപ്പോൾ എനിക്ക് അനക്കം കിട്ടുന്നില്ല. അപ്പോൾ ടെൻഷൻ ആയോടെ ചെറുതായിട്ട് ഞാൻ മിക്കവാറും ഫുൾ ടൈം കെടുപ്പായ കാരണം കിടന്നിട്ട് അനക്കം നോക്കിയിരുന്നു. ഇരുന്നിട്ട് അനക്കം നോക്കില്ല, അധികം കുറവായിരുന്നു. അപ്പോൾ എനിക്ക് അനക്കം കിട്ടാത്ത പോലെ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ അനക്കം കിട്ടാത്ത പോലെ ഉണ്ട്, കേച്ചേരിയൊക്കെ എത്തിയിട്ടപ്പോൾ അനക്കം കിട്ടാത്ത പോലെ ഉണ്ട് പറഞ്ഞു. അമ്മ കുറച്ച് വെള്ളം കുടിച്ചു നോക്കുമായിരുന്നു. ഇപ്പോൾ വെള്ളം കുടിച്ചപ്പോൾ ചെറുതായിട്ടൊരു അനക്കം തോന്നി. അങ്ങനെ അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് ശരിക്ക് ഒരു മണിക്കൂറിലധികം ടൈമുണ്ട് ഈ ഹോസ്പിറ്റലിൽ എത്താൻ. സത്യം പറഞ്ഞാൽ തൃശ്ശൂരിലുള്ളവർക്കൊക്കെ അറിയാം, ശോഭ സിറ്റിയുടെ അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കുള്ളൊരു ടൈമായിരുന്നു. ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് വരുന്നതാണ്. പക്ഷെ ദൈവം സഹായിച്ച് കറക്റ്റ് ഒരു ബ്ലോക്കും ഇല്ലാണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റി. തൃശ്ശൂരുള്ള എൻ്റെ ഏട്ടനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടാണ് എത്തുന്നത് ഹോസ്പിറ്റലിലേക്ക്. എന്നെ കയറ്റിയിട്ട്, കാഷ്വാലിറ്റി വഴി കയറ്റിയിട്ട് ആണ് അവരെത്തുന്നത്. അവർ വിചാരിച്ചു ഭയങ്കര ബ്ലോക്കല്ലേ, അവരൊരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് തന്നെ എന്തായാലും വരുള്ളൂ, ഇപ്പം തന്നെ ഹോസ്പിറ്റലിനോട് പോയി നിൽക്കേണ്ട, അവർ വരുമ്പോഴേക്കും പോവാന്നുള്ള രീതിക്ക്. പിന്നെ
അവർക്കും അറിയില്ല ഇങ്ങനെ ഡെലിവറി നടക്കും, അങ്ങനെ ഒരു പ്രതീക്ഷ അവർക്കില്ല, അവർക്ക് അറിവ് ഇല്ല അതിനെ പറ്റിയിട്ട്. അപ്പോൾ പിന്നെ അവർ 5 മിനിറ്റ് ലേറ്റായി. ഞാൻ എത്തിയതും കാഷ്വാലിറ്റി കയറി. അപ്പോൾ പോണ വഴിക്ക് ഞാൻ ക്ലിനിക്കിലാണ്, ലിസ്റ്റമ്മേട്ടനെ ക്ലിനിക്കിൽ കാണിക്കുന്ന കാരണം മദർ ഹോസ്പിറ്റലിലത്തെ കാർഡും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷെ ഒരു പ്രാവശ്യം അവിടെ അഡ്മിറ്റ് ആയിട്ട് 7ാം മാസത്തിൽ മാക്സ് സെൽഫൊക്കെ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡ് അവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ നമ്പർ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ കിട്ടുന്നില്ല. ഞാനിത് മുൻകൂട്ടി അവിടുത്തെ ഫയലിൻ്റെ ഏറ്റവും ലാസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് അമ്മയ്ക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ആ ഫയൽ മേടിച്ച് കീറിയിട്ട് ആ തുണ്ട് കടലാസ് അമ്മയ്ക്ക് കൊടുത്തിട്ട് എന്നെ നേരെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു. ഡ്യൂട്ടി ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഒരു പാഡ് ഊരി വെച്ചത് എപ്പോൾ വെച്ചതാണ് ചോദിച്ചു. ഞാൻ പോകുന്ന സമയത്ത് ഒരു 9 മണിയോട് കൂടിയിട്ട് വെച്ചതാണ് പറഞ്ഞു. നേരെ അടുത്താണ് സംഭവിച്ചത്. ഇപ്പോൾ 10 മണി 10:15 ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറയണ കേട്ടു മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കത്തി, കുട്ടി മഷി ഇട്ടിട്ടുണ്ട്, അത് മഷി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ എന്നോട് പറഞ്ഞ പേര് മഷി ഇട്ടിട്ടുണ്ട് കേട്ടാന്ന്. എനിക്ക് ഓൾറെഡി മനസ്സിലായി, അവർ പറഞ്ഞപ്പോൾ മനസ്സിലായി മഷി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അപ്പോൾ സിസേറിയൻ ആയിരിക്കില്ലേ ചോദിച്ചു. സിസേറിയൻ വേണ്ടിയിരിക്കില്ലേ ചോദിച്ചു. സിസേറിയൻ വേണം. അപ്പം ഞാൻ ഡോക്ടർ വരില്ലേ ചോദിച്ചു. ഡോക്ടർ വരും, ഞങ്ങൾ വിളിച്ച് പറയേണ്ട, ഡോക്ടറോട് ഒന്നും കൂടി പറയേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് ഡ്യൂട്ടി ഡോക്ടർ പോയി. അതിൻ്റെ ഇടയിൽ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നേരത്തോട് കൂടിയിട്ടുള്ള അതിനുള്ള ഇഞ്ചക്ഷൻ നിർത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒക്കെ വേഗമായിരുന്നു. പിന്നെ അവരെന്നെ സി സെക്ഷന് വേണ്ടിയിട്ട് ചെയ്യാൻ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. യൂറിൻ പാസ് ചെയ്യാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ ഇട്ടു തുടങ്ങി. പിന്നെ അമ്മ വന്നിട്ട് ഗോൾഡും കാര്യങ്ങളും ഉള്ളതൊക്കെ ഊരുണ്ട്. അമ്മയ്ക്കാച്ചെങ്കിൽ ഭയങ്കര സങ്കടം, കഴിച്ചു. ഞാൻ പറഞ്ഞ പേടിക്കുന്നുണ്ട്, അമ്മ ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, മഷീട്ട കാരണം എന്തായാലും സിസേറിയൻ ആയിരിക്കും. എനിക്ക് ഓൾറെഡി ട്വിൻസ് ആണെന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് ഇത് സിസേറിയൻ ആയിരിക്കും എന്നുള്ളൊരു ധാരണയുള്ള കാരണം അതിന് സിസേറിയൻ പോകുമ്പോൾ വലിയ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അമ്മ സാധനങ്ങൾ ഊരിയിട്ട് പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇങ്ങനെ മറ്റേ ഉന്തനതിൽ കെടുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും എന്നെ ഒന്നുകൂടി കാണിച്ചു തരുന്നുണ്ട്. അമ്മ ഭയങ്കര കരച്ചിൽ, ഉമ്മയൊക്കെ തരുന്നുണ്ട്, അമ്മ കരയുന്നുണ്ട്, ഏട്ടനും അനിഷേട്ടനും ഒക്കെ ഒരു മിണ്ടല്ലായിട്ട് ഏട്ടനൊക്കെ നല്ല കരച്ചിൽ, ബ്രദറൊക്കെ നല്ല കരച്ചിൽ. ഞാനച്ചിങ്ങ എനിക്ക് വലിയ കരച്ചിൽ, എനിക്കച്ചിങ്ങ എങ്ങനെയും ഒന്ന് പ്രസവിച്ചാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. കാരണം ഇന്നാളൊരു 1-1.5 മാസമായിട്ട് ഉറക്കുന്നതൊന്നും ശരിയാവാണ്ട് ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നിട്ട് അത്രയും സഹിക്കാൻ പറ്റാണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയും എൻ്റെ ഡെലിവറി കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു അറ്റത്തെത്തിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ അവരോട് കരയുണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ സന്തോഷമായിട്ട് ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് പോണത്. അന്ന് ആ സമയത്ത് ഇങ്ങനെ ഒരു യൂട്യൂബ് തുടങ്ങുന്നില്ല എന്നൊക്കെ ഞാൻ പറയും. അങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് വെക്കായിരുന്നു. ഞാൻ പോയ വീഡിയോ ഒക്കെ ആണെങ്കിൽ ചിരിക്കും. അവർ കരയുമ്പോൾ ഞാൻ ടാറ്റ ബൈ ബൈ പോയിട്ട് വരാട്ടാ അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ സുഖമായിട്ട് പോയി. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജസ്റ്റ് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാൻ ദാഹിച്ചു തുടങ്ങി. കാരണം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ്, പിന്നെ വൈകുന്നേരം ഒരു ചായ, പിന്നെ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ നിൽക്കുന്ന നേരത്താണ് ഈ വെള്ളം പൊട്ടിപ്പോയത്. അപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയും നേരമായിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടുമില്ല, പിന്നെ വെള്ളം കുടിച്ചിട്ടില്ല. പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണ കാരണം എനിക്ക് വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി വന്നു തുടങ്ങി. എനിക്കറിയാം ഈ സമയത്ത് കുടിക്കാൻ പാടില്ല, കിട്ടില്ല എന്ന്. എന്നാലും അവിടെ നിൽക്കുന്ന സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചു, വെള്ളം കുടിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഇല്ല ഉണ്ണിയെ, വെള്ളം കുടിക്കാൻ പറ്റില്ല, ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കുടിക്കാൻ പറ്റുള്ളൂ എന്ന്. അത് കേട്ടപ്പോൾ എനിക്കിങ്ങനെ ചെറുതായിട്ട് ഒരു കിളി പോണ പോലെ തല കറങ്ങണ പോലെയൊക്കെ ഇങ്ങനെ തോന്നണേ. കാരണം ആ സമയമൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തല കറങ്ങി, ഇത്ര കഴിഞ്ഞിട്ടല്ല എനിക്ക് വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി. വിശപ്പല്ല, എനിക്ക് ആ വെള്ളം കുടിക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരുന്നത്. വെള്ളം കുടിക്കാനില്ല വരുമ്പോൾ ആകെ കയ്യിൽ നിന്ന് പോണ പോലെ. ആ സിസ്റ്റർ പറഞ്ഞു, വെള്ളത്തിന് പകരമാണ് നമ്മൾ ഈ ട്രിപ്പ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ പറഞ്ഞു. അങ്ങനെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ, അപ്പോൾ ഞാൻ കുഴപ്പമില്ല എന്നുള്ള ധാരണയിൽ അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി. അങ്ങനെ സി സെക്ഷൻ കഴിഞ്ഞവർക്ക് അറിയാം, അവൾ വളഞ്ഞിരിക്കണം, അനസ്തീഷ്യ തരാൻ വേണ്ടിയിട്ട് കുത്തും, അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്നോട് ഒരു സിസ്റ്റർ പറഞ്ഞു, വളഞ്ഞിരിക്കണം, വേദന ഉണ്ടെങ്കിലും നിവരാൻ പാടില്ല, അങ്ങനെ കുനിഞ്ഞിരിക്കണം പറഞ്ഞു. ഞാനങ്ങനെ കുനിഞ്ഞിരുന്നു, അവർ കുത്തി. എനിക്ക് വലിയ വേദനയൊന്നും തോന്നിയില്ല കേട്ടോ.
സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പ്രത്യേകിച്ച് എനിക്ക് ഇഞ്ചക്ഷൻ കിട്ടുമ്പോൾ അങ്ങനെ പേടിയൊന്നും ഇല്ലാത്ത കൂട്ടത്തില്ല. അത്യാവശ്യം ഇഞ്ചക്ഷൻ കിട്ടിയിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് കിട്ടി തുടങ്ങി. ആവണ സമയത്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് അതിനോട് വലിയ പേടിയൊന്നുമില്ല. അങ്ങനെ കുത്തി എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എന്താ ഒരു വേദനയും കാര്യങ്ങളൊന്നും തോന്നിയില്ല. അങ്ങനെ കിടന്നു. പിന്നെ ഓക്സിജൻ മാസ്ക് മൂത്ത് വെച്ചപ്പോഴാണ് എനിക്ക് ഒരു ആശ്വാസം കിട്ടിയത്. എനിക്ക് ശ്വാസം കിട്ടണ പോലെ തോന്നിയത്. കാരണം അത്ര നേരം ആ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്നൊരു ടെൻഡൻസിയിൽ നിന്ന് മാറ്റിയിട്ട് ആ ഓക്സിജൻ കിട്ടിയപ്പോൾ എനിക്ക് കൂടുതൽ ഒരു ഉഷാറായി. പിന്നെ ഒക്കെ ഒരു മങ്ങൽ പോലത്തെ ഒരു ഓർമ്മയാണ് കേട്ടോ. ആ സമയത്ത് ലസിത മാഡം വന്നു. പേടിക്കൊന്നും വേണ്ടിട്ടാ, ഞാൻ വന്നിട്ടാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ ചെയ്യാൻ തുടങ്ങി. ചെയ്യണ നേരത്ത് നമുക്കറിയുമ്പോൾ ഇങ്ങനെ നേരെ നോക്കുമ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഞാനിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ, നേരെ നോക്കുമ്പോൾ ആ വലിയ ലൈറ്റ് വന്നിട്ട് ഇങ്ങനെ നിൽക്കണേലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ജസ്റ്റ് ഇവർ ചെയ്യണതിൻ്റെ ഒരു ബ്ലറായിട്ടൊരു ഇമേജ് എനിക്കിങ്ങനെ കാണും. ബ്ലഡ് എടുത്ത് ഇങ്ങനെ ഒപ്പന ഇതൊക്കെ എനിക്കിങ്ങനെ അതിൽ കാണുന്ന പോലെ ഇങ്ങനെ ബ്ലറായിട്ട് കാണുന്നു. അപ്പോൾ വലിയ സുഖമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു കിടന്നു. അവർ ഡോക്ടറും അവിടുത്തെ സിസ്റ്റർമാർ അവരൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. എന്തൊക്കെയോ സംസാരിച്ചിട്ട് എൻ്റെ ഇടയിൽ കുറച്ച് കഴിഞ്ഞ് ഞാനിപ്പോൾ പറഞ്ഞു ആദ്യത്തെ ആൺകുട്ടിയായിട്ട് പോകും. അപ്പോൾ ആൺകുട്ടി. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് പറയുക, 1 മിനിറ്റിൻ്റെ വ്യത്യാസം. രണ്ടാമത്തെ ആളെങ്ങനെ എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു 2 ആൺകുട്ടികളുടെ ഉമ്മച്ചിയായിട്ടോ പറഞ്ഞു. ഡോക്ടർ മുസ്ലിമാണ് പറഞ്ഞു. പിന്നെ സന്തോഷമായി. കുഴപ്പമൊന്നുമില്ലല്ലോ, 2 ആൾക്കും കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പിന്നെ സ്റ്റിച്ചിടലും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോഴൊക്കെ ജസ്റ്റ് ഒരു മായാജാലം പോലെ പിള്ളേരിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ ഒരു മിന്നൽ പോലെ കണ്ടു. പ്രത്യേകിച്ച് എന്നെ കാണിച്ചു തരുന്നില്ല. കാരണം ഒരാൾ മഷിയിട്ടിട്ടുണ്ട്, ഒരാൾ വെയിറ്റ് കുറവാണ്. അപ്പോൾ വേഗം തന്നെ NICUക്ക് മാറ്റാനുള്ള ധൃതിയിലായിരുന്നു. അങ്ങനെ ഡോക്ടർ സ്റ്റിച്ചിടൽ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു മറുട്ടി ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ചെറുതായിട്ട്, അത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചക്ഷൻ ചെയ്താൽ അത് ശരിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ സെർവിക്കൽ സ്റ്റിച്ച് ഇട്ടുണ്ടായിരുന്നു, എനിക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവിടുത്തെ ഡോക്ടറിനെ ചെയ്യൂട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ആ ഒരു ഇതിൽ തന്നെ അത് റിമൂവ് ചെയ്തു. എന്നിട്ട് എൻ്റെ അമ്മേനെയും ഹസ്ബൻഡിനെയും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, 2 ആൺകുട്ടികളാണ്, ആൾക്കും കുഴപ്പമൊന്നുമില്ല ഏട്ടാന്ന് പറഞ്ഞു. എന്നെ ഒരു 12 മണിയാകുമ്പോൾ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി. 3 മണിക്കൂർ നേരം അതിൻ്റെ ഉള്ളിൽ കിടന്നു. എനിക്ക് അവിടെ കിടക്കുമ്പോൾ എന്നെ അവിടേക്ക് കൊണ്ടുപോയി കിടത്തിയപ്പോൾ അവർ പറഞ്ഞു ഉറങ്ങിക്കോ, കുറച്ച് കഴിഞ്ഞ് കാലനക്കാൻ പറ്റിക്കഴിഞ്ഞ് തോന്നുന്നുണ്ട്, കാലനങ്ങ് തോന്നിക്കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റാറാണ്. ഇടയിൽ അമ്മ ഒരു നീലത്തിറക്കയിൽ ഒരാളെ പൊതിഞ്ഞിട്ട് വരുന്നു. അമ്മയുടെ മുഖം എന്താ പറയുക, ഞാൻ പറയും, ഞാൻ അങ്ങനെ വരുമ്പോൾ പറയും 100ൻ്റെ ബൾബൊക്കെ കത്തിയിട്ടല്ലേ വരുന്നേ ചോദിച്ചു. ആള് ഭയങ്കര ഹാപ്പി ആയി. അപ്പോൾ ഞാൻ ഉണ്ണീനെ കണ്ടു. കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിച്ചു. പറഞ്ഞു മറ്റുണ്ണിക്ക് എങ്ങനെയുണ്ട്, NICUക്ക് മാറ്റിയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിച്ചു. അപ്പം അമ്മ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, വെയിറ്റ് കുറവായ കാരണമാണ് ആളെന്നെ അങ്ങോട്ട് മാറ്റിയത്, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇവ മഷിയിട്ട കാരണം 1 മണിക്കൂർ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ടാണ് തന്നത്. ഇവനും കുഴപ്പമൊന്നുമില്ല, അവനെ വെയിറ്റ് കുറവായ കാരണം NICUയിൽ ഇട്ടതാ പറഞ്ഞു. ഒരാൾക്ക് 2,100 ഒരാൾ 1,700 ആയിരുന്നു വെയിറ്റ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് വന്നിട്ട് ഒബ്സർവേഷൻ റൂമിൽ വെച്ചിട്ട് എന്നെ കണ്ടു, സംസാരിച്ചു. ആൾ ഹാപ്പിയായി. എല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞ കാരണം എല്ലാവരും ഹാപ്പിയായി. ഒരു 3 മണി, പുലർച്ചെ 3 മണിയോട് കൂടിയിട്ട് എന്നെ റൂമിലേക്ക് മാറ്റി. ആ നേരത്തെ എൻ്റെ ബ്രദറും അമ്മയും മേമയും റൂമിലുണ്ടായിരുന്നു. പിന്നെ ഒരു ഉണ്ണി കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ നേരം വെളുക്കും വരെ ആരും ഉറങ്ങിയിട്ടില്ല. എല്ലാവരും ആ സന്തോഷം കൊണ്ട്, പുതിയ ആൾക്കാർ വന്ന സന്തോഷം, എല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞു. അതെന്നെ പറഞ്ഞിട്ട് ഇരിക്കുക, അങ്ങനെ വർത്താനം പറഞ്ഞ് ഇതൊക്കെ ആയിട്ട് അങ്ങനെ നേരം വെളുപ്പിച്ചു. അപ്പോഴും എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല. അങ്ങനെ എൻ്റെ ഡെലിവറി കഴിഞ്ഞു. ഒരാളെന്നെ കയ്യിൽ കിട്ടി. അപ്പോഴും ടെൻഷനും പിന്നാലെ തന്നെ ഉണ്ട്. ഒരാളെ കയ്യിൽ കിട്ടിയിട്ടില്ല, അപ്പോൾ എന്താവും ആലോചിച്ചിട്ടുള്ള ടെൻഷൻ ഉണ്ട്. NICU ബേബീനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ പാർട്ടിലിടാം. ഹോസ്പിറ്റൽ ഡേയ്സൊക്കെ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.